പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടയിൽ വന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ദയവ് ചെയ്ത് അവർ ആദ്യം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. അതായത് വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം മുതൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കുക. അതല്ല വീഡിയോ എന്താണെന്ന് കേൾക്കാതെ നേരെ ഇതിൻ്റെ ഈ അഖിൽ മാരാർ എന്ത് സംസാരിച്ചാലും ആ ലിങ്ക് നേരെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി നിങ്ങളുടെ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പേര് കടന്നൽ എന്നുള്ളതാണ്. അതായത് പോയി കൂട്ടമായി ആക്രമിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഇത്തരം കടന്നൽ ഗ്രൂപ്പുകളിലേക്ക് പറയുന്നത് എന്താണ് എന്ന് പോലും കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നേരെ പോയിട്ട് കമൻ്റ് ഇടുന്നവർ എത്രയും പെട്ടെന്ന് ലിങ്ക് നേരെ പേസ്റ്റ് ചെയ്യുക. നേരെ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ട് ഇത് പേസ്റ്റ് ചെയ്യുക. നേരെ പോയി അഖിൽമാരെ 4 തെറി വിളിക്കാൻ പറയുക. ഇനി 2, ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് ഏതാണ്ട് 2010 മുതലാണ്. അത് ബിഗ് ബോസ് ജയിച്ചു വന്നതിന് ശേഷം എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിച്ച നിരവധി ഇടതുപക്ഷത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതുമൂലം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായതായിട്ട് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഒരുപാട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഒരുപാട് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷയാധിഷ്ഠിതമായി മാത്രം അന്നും ഇന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യവും എന്നെ ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ ബിഗ് ബോസിനകത്തും എൻ്റെ വിഷയങ്ങളിൽ അടിയുറച്ച് നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു. അതെന്നെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നും ആയിരുന്നില്ല. അതിൻ്റെ ശരികൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയുമെന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണ് എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ശരത് ലാൽ, കൃപേഷ് എന്നീ ചെറുപ്പക്കാരുടെ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നത് CPMൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്നെ കാണാൻ വേണ്ടി ഞാൻ പോയൊരു ക്ഷേത്രത്തിൻ്റെ വെളിയിൽ കാത്തിരുന്നു എന്നത് എനിക്കേറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ അന്നേ ദിവസം മറ്റൊരു സ്കൂളിൻ്റെ ആനിവേഴ്സറിൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു ചെയ്തിരുന്നത്. ആ സ്കൂളിൻ്റെ ഓണർ എന്ന് പറയുന്നത് DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. എൻ്റെ കൂടെ ആശയപരമായിട്ട് വിയോജിക്കുന്ന സമയത്തും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല. ആരെയും വ്യക്തിപരമായിട്ടുള്ള ആക്രമണമല്ല ഒരിക്കലും നടത്തിയിട്ടുള്ളത്. നമ്മളുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കാണുന്ന തെറ്റുകളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലായ്പ്പോഴും എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്കെതിരെ പല ആൾക്കാരും ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് അതിലൂടെ സംഭവിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിൽ ഞാൻ സംസാരിക്കാം. അതായത് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് BJPയുടെ 10 വോട്ട് കുറയെങ്കിലും വേണം. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് പോലും ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ കേരളത്തിലിരുന്ന് ഞാൻ പ്രതിഷേധിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ മണിപ്പൂരിലൊരു പ്രശ്നം നടന്നെന്ന് പറഞ്ഞാലോ ഉത്തർപ്രദേശിലൊരു പ്രശ്നം നടന്നെന്ന് പറഞ്ഞാലോ അവിടെയൊക്കെ നടക്കുന്ന വിഷയങ്ങൾക്കെതിരെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ചത് കൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇനി എൻ്റെ പ്രതിഷേധം പോട്ടെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം നടന്നു, ഇവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ നിന്ന് കുറേ കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം പാലസ്തീനി ജനതയ്ക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലസ്തീനിൽ പോകണം, ആ ജനതയ്ക്കൊപ്പം അവിടെ നിന്ന് പോരാടണം, അവർക്ക് വേണ്ടി നിന്ന് സംസാരിക്കണം. അല്ലാണ്ട് ഇവിടെ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഒരിക്കലും അതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ മണിപ്പൂരി ജനതയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അവിടെ BJP തോക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ BJP തോക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിന് പ്രതിഷേധിക്കേണ്ടത് അവിടുത്തെ ജനതയാണ്. ആ ജനത പ്രതിഷേധിക്കുമ്പോൾ മാത്രമേ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇമ്പാക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവൂ. കേരളത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഇടതുപക്ഷം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് ഞാൻ ആദ്യം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഉന്നയിച്ചതൊക്കെ തന്നെ ജനകീയ വിഷയങ്ങളായിരുന്നു. ഞാൻ അവസാന സമയത്ത് ഉന്നയിച്ച RTOയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം നിയമസഭയിൽ വെച്ച് പറഞ്ഞതാണ് 4 ലക്ഷത്തോളം ഏതാണ്ട് കൃത്യമായ കണക്ക് പറഞ്ഞാൽ 3.25 ലക്ഷത്തിലധികം ലൈസൻസുകൾ കൊടുക്കാനുണ്ട്. അത്രയും തന്നെ RC ബുക്കുകൾ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരാൾക്കുള്ള ആക്സിഡന്റ് പറ്റി, അയാളുടെ ഒരു പുതിയ വാഹനമാണ്, അത് അന്യസംസ്ഥാനത്ത് വെച്ചാണ് ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ RC ബുക്കില്ല, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ചെറുപ്പക്കാരൻ അവനൊരു കമ്പനിയിൽ കയറണം, അവന് ജോലി അപേക്ഷിച്ചിട്ട് നിൽക്കുകയാണ്, അവന് കഴിഞ്ഞ 6 മാസമായിട്ട് അവന് ലൈസൻസ് കിട്ടിയിട്ടില്ല. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച സമയത്തും നിങ്ങൾ സ്വാഭാവികമായി ചെയ്യുന്നത് പോലെ തന്നെ മതം നോക്കിയും ജാതി നോക്കിയും വിഷയങ്ങളുടെ മെറിറ്റിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്ന് നമ്മളെ ഒരു സംഘി ചാപ്പ കുത്തുന്ന
ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നടന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി മിക്കവാറും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടോ BJPയുടെ മിടുക്ക് കൊണ്ടോ ആയിരിക്കില്ല. പകരം അദ്ദേഹത്തെ അനാവശ്യമായിട്ട് കടന്നാക്രമിച്ചും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു വ്യക്തതയുമില്ലാതെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാതെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ BJP അതിനേക്കാൾ ഉപരി അവിടെ ജയിക്കണമെന്നുള്ള രീതിയിൽ കൃത്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരാഴ്ചക്കിടയിൽ തുടർച്ചയായി പങ്കെടുത്ത ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു ഇമ്പാക്ട്, ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് പറയാൻ പോകുന്നൊരു സാധ്യത, അതിലുപരി TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ. അപ്പൊ എനിക്ക് കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കോൺഗ്രസിനോടുള്ള അമിതമായ സ്നേഹമൊന്നും കൊണ്ടല്ല. ഈ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇവിടെ ഒന്ന് ആലോചിച്ചു, ഒരു 3 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാവുകയും BJP മാത്രമായി ഭരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് എന്തൊരു വീർപ്പുമുട്ടലായിരിക്കും. ഇപ്പം BJPക്കുള്ളിൽ നിന്ന് ആർക്കെങ്കിലും അതായത് ഈ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെ RSSലും ഒരുപാട് മതേതരവാദികളുണ്ട്, BJPയിൽ ഒരുപാട് മതേതരവാദികളുണ്ട്. അവർ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് പലവിധ കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ നിരന്തരം കടന്നാക്രമിക്കുന്ന, ഇപ്പം നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫണ്ട് ഉണ്ട്. ഈ പോപ്പുലർ ഫണ്ട് ഒരാളെ ഒന്ന് നിരന്തരം കടന്നാക്രമിക്കുകയാണ്. അവർ അഭയം തേടി ഒരുപക്ഷെ പോകുന്നത് ഒരുപക്ഷെ BJPയിലായിരിക്കാം. അതായത് ഒരു പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കില്ല ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ പ്രവർത്തിക്കുന്നത്? അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്നേഹം കൊണ്ടാ, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊണ്ട് നടക്കുന്നുണ്ടാ? ഒന്നുമല്ല. അവർക്ക് അവരുടെ പ്രദേശത്ത് അവരിഷ്ടപ്പെടുന്ന ഒരു സഖാവുണ്ടാവും, അയാൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അയാളെ പോയി കാണുന്ന സമയത്ത് അയാൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ആ പാർട്ടി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്കിൽ ചെന്നൊരു ആവശ്യം പറയുന്ന സമയത്ത് ഒരു ലോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് ആൾക്കാർ ഈ ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്. ഈ സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഇടതുപക്ഷത്തിന്റെ ഭാരവാഹികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് മാറി പ്രവർത്തിക്കണമെന്ന് ചിന്തിച്ചാലും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രവൃത്തികൾ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയാലും അവർക്ക് മാറാൻ പറ്റില്ല. കാരണം അവരുടെ സാഹചര്യം അതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവന്റെ സാഹചര്യങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വർഗീയവാദി ആയില്ലെങ്കിലും ധാരാളം പേർ BJP പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലത്തും എല്ലാ മതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന നിരവധി പേർ RSSൽ പ്രവർത്തിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതോടൊപ്പം തന്നെ നിരവധി വർഗീയവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സിംഹത്തിന്റെ, അക്ബർ എന്ന സിംഹത്തെയും സീതയുടെ ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കാമെന്നുള്ളതല്ലാതെ ഇത്തരം വിവരക്കേടുകളെ ആര് പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു? നിങ്ങൾ ഇതൊക്കെ കണ്ട് പുച്ഛത്തോടെ തള്ളിക്കളയൂ. ആ രാഷ്ട്രീയം, ഇത് ഇന്ത്യ മഹാരാജ്യത്തെ കോടിക്കണക്കിന് ആൾക്കാർ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് ഒരു 10 ലക്ഷം പേരിൽ നിന്ന് കാണിക്കുന്ന കൃമിത്തരം മാത്രം മതി ഈ കോടിക്കണക്കിന് ജനതയെ ബാധിക്കാൻ. അതുകൊണ്ട് വിവരക്കേടുകളെ തള്ളിപ്പറയൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ ഏകദേശം 1 കോടിയോളം വോട്ട് ലഭിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരവധി ആൾക്കാർ കുഴപ്പക്കാരാണ്. അപ്പം നമ്മൾ ഒരിക്കലും വ്യക്തികളുടെ കാര്യങ്ങളെ അല്ല ചോദ്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരിടത്തിരുന്നൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെ സെക്രട്ടറി അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു തീരുമാനം, അത്തരം വിഷയങ്ങൾക്കാണ് എപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ പലപ്പോഴും ഇതിനു മുൻപ്, അതായത് ഈ പല ആൾക്കാരും പുതിയതായിട്ട് വന്ന് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്, ഞാൻ യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്താണ് കർണാടക ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുകയാണ്, കുമാരസ്വാമി അവിടം ഭരിക്കും. അതായത് സിദ്ധരാമയ്യ ഭരിക്കുമെന്നല്ല ഞാൻ എഴുതിയത്, കുമാരസ്വാമി അവിടെ മുഖ്യമന്ത്രിയാകും. 1 വർഷത്തിനുള്ളിൽ ആ മന്ത്രിസഭ പൂർണ്ണമായും ഇല്ലാതായി BJP മന്ത്രിസഭ കർണാടകത്തിൽ അധികാരത്തിൽ വരും. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJP സീറ്റുകൾ കൊയ്യും. ഇത് ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് എഴുതിയതാണ്. അതുപോലെ ഉമ്മൻചാണ്ടി സാറിനോട് വളരെ സ്നേഹമുള്ള സമയത്തും ഇന്നും ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കൊണ്ടു നടക്കുമ്പോഴും അദ്ദേഹത്തോടുള്ള അമിത ആരാധന കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് ജയിക്കുമെന്ന് പറയാനുള്ള വിഡ്ഢിയല്ല ഞാൻ. കാര്യകാരണങ്ങളെ വിലയിരുത്തി ഞാൻ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ 2019 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്, അതായത് 19 സീറ്റ് നേടി, 20ൽ 19 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിംഗാണ്, ശബരിമല വിഷയത്തിൽ തീരുമാനമെടുത്ത പിണറായി വിജയനെ നിങ്ങളൊരു മണ്ടനാണ് എന്ന് കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതുന്ന നിങ്ങളാണ് മണ്ടൻ. പിണറായി വിജയന്റെ ബുദ്ധി, കുറുക്കന്റെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി അതിന്റെ കാരണങ്ങൾ എഴുതിക്കൊണ്ട് പിണറായി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് എഴുതിയത് എനിക്ക് പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞാനിവിടെ നിന്ന് പറയുന്നത് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യമാണ്. റായ്ബറേലിയിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധിക്ക് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ വയനാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു
ഇനി ഇപ്പം ഈ വയനാട്ടിലേക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണെന്ന് കാണിച്ചുകൊണ്ട് വയനാട്ടിലെ ജനതയും ഈവൻ കേരളത്തെയും അപമാനിക്കുന്ന കണക്ക് അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. ഇത് പാകിസ്ഥാൻ, ഒരു മിനി പാകിസ്ഥാൻ എന്ന രീതിയിൽ വയനാടിനെ ചിത്രീകരിക്കാൻ വേണ്ടി അമിത്ഷാ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിശക്തമായ ഭാഷയിൽ ഞാൻ ആ സമയത്ത് എഴുതിയതാണ്, അമിത്ഷാ എത്രയൊക്കെ വികസന കാര്യങ്ങൾ BJP മുന്നോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ എത്രയൊക്കെ വികസനങ്ങൾ BJP ചെയ്താലും ആത്യന്തികമായിട്ട് അമിത്ഷാ മുന്നോട്ട് വെക്കുന്നത് വർഗീയത തന്നെയാണ്, വർഗീയ കാർഡുകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് കൃത്യമായി ആ വിഷയങ്ങളെ എഴുതിക്കൊണ്ട്, കാരണം ഇത് ഇതിപ്പോൾ എല്ലാം എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കണം, എൻ്റെ നിലപാടുകൾ കാണിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇത് ഇത്രയും പറയാനുള്ള കാരണം, ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ എനിക്ക് അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി, എനിക്ക് സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ നേടില്ല എന്ന് ആഗ്രഹിച്ച ഒരു വീട് എനിക്കിപ്പോൾ സ്വന്തമാകാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എഴുത്ത് മറ്റന്നാൾ നടക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഒരിക്കലും നേടില്ല എന്ന് ചിന്തിച്ച കുറേ കാര്യങ്ങൾ നേടി. ജനങ്ങൾക്ക് വേണ്ടി ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് മുന്നോട്ട് പോകണം. ഞാൻ ഈ വരാൻ പോകുന്ന 29-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ശരത് ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ആ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചത്, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നശിച്ചു പോകരുത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലുമൊക്കെ അവർക്കൊപ്പം നിന്നുകൊണ്ട് ആ പ്രസ്ഥാനം, അത് ഞാൻ പറഞ്ഞത്, നമുക്ക് കോൺഗ്രസ്സുകാരൊന്നും തരണ്ട, കോൺഗ്രസ്സുകാർ തന്നെ എത്ര തെറി വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനം നശിക്കാൻ പാടില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാവണം. ഇന്ത്യൻ ജനതയെ ഒരു കാലഘട്ടത്തിൽ ഒന്നായി കണ്ടുകൊണ്ട് നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പം ഒരുപാട് നല്ല മുഖ്യമന്ത്രിമാരെയും ഒരുപാട് ജനപ്രതിനിധികളെ സമ്മാനിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ തീരുമാനങ്ങളിൽ പാളിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാട്ടിയും വലിയ കമ്മ്യൂണിസം പറയാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. അപ്പോൾ ഇന്ത്യയെ തിരിച്ചറിയാൻ കഴിയാതെ പശുവും കിടാവും ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഇന്ദിരാഗാന്ധിക്ക് പശുവിനെ ഇഷ്ടപ്പെടുന്ന ആൾ, ഇത് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഏത് കാലത്ത് തുടങ്ങിയ സമരങ്ങളാണ്? 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെട്ട ശിപ്പായി ലഹള എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ട ആ സ്വാതന്ത്ര്യ സമരത്തിൽ പശുവിന്റെ നെയ് പുരട്ടിയെ തിരകടിച്ചു വലിക്കാനും പന്നിയുടെ നെയ് പുരട്ടിയെ തിരകടിച്ചു വലിക്കാനും പെട്ട് ഇന്ത്യൻ ശിപ്പായിമാരോട് ആരാണ് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അപ്പം തോക്കേന്ത്യ ബ്രിട്ടീഷുകാരനെതിരെ വർഗീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ആഞ്ഞടിച്ച ഒരു ജനത ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത് ഇവിടെ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് വരാൻ പോകുന്ന RSSനെയോ ഒന്നും കണ്ടിട്ടല്ല. അപ്പം ഓരോ ഭാഗത്തെയും പ്രാദേശിക വികാരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം നിറഞ്ഞൊരു രാജ്യമാണ് നമ്മുടേത്. ഇവിടെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, വിവിധ വർണ്ണങ്ങളിൽപ്പെട്ട ആൾക്കാർ, അവരുടെ മതരീതികൾ, ജാതീയ രീതികൾ, അവരുടെ എല്ലാ രീതിയിലും ഘടനാപരമായിട്ടും പല പ്രദേശങ്ങളിലും ഇന്നും നാട്ടുകൂട്ടങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. അപ്പം നമ്മളൊരു ഭാഗത്ത് ഇതെല്ലാം പറയുമ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ട് ഈ വൈവിധ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു? അവിടുത്തെ ജനതയുടെ വിവരക്കേട്, ഇപ്പം ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിവരക്കേടാണെന്ന് യുക്തിവാദികൾക്കും സാമാന്യ ബോധമുള്ള ശാസ്ത്രവാദികൾക്കും ഒക്കെ പറയാം. പക്ഷെ വലിയൊരു വിഭാഗം അതിൻ്റെ ശരികളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടെ. അപ്പോൾ ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നല്ല, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ബോധം വേണം. നിങ്ങൾക്ക് പരിഹസിക്കാം. നിങ്ങൾ എന്ത് നേടി? ഇന്ത്യ പോലൊരു ദരിദ്ര രാജ്യം, ഇന്ത്യ പോലെ കർഷകരുടെ രാജ്യം, ഒരുപാട് പട്ടിണി പാവമുള്ള രാജ്യം, കമ്മ്യൂണിസത്തിന് വളരാൻ ഇതിലും വലിയ രാജ്യം വേറെ എവിടാണുള്ളത്? എന്തുകൊണ്ട് കമ്മ്യൂണിസത്തിന് വളരാൻ കഴിഞ്ഞില്ല? പാവങ്ങൾക്ക് വേണ്ടിയിട്ടും ദരിദ്രർക്ക് വേണ്ടിയിട്ടും കർഷകന് വേണ്ടിയിട്ടും ഇല്ലാതാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും അവഗണിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഒഴിവാക്കപ്പെടുന്നതിനും വേണ്ടിയിട്ടും സംസാരിക്കുന്ന, അവന് വേണ്ടി വിപ്ലവം നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞില്ല? ഒരു കാലത്ത് ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷമായി വളർന്നു വന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച അപജയത്തിന്റെ കാരണങ്ങൾ എന്താണ്? ഇന്ന് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ എവിടെയാണ്? കമ്മ്യൂണിസ്റ്റുകാരെക്കാട്ടിയും വലിയ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ പ്രശ്നം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ ബോധത്തെയും ഇന്ത്യയുടെ ഹൈന്ദവ ബോധത്തെയും, ഞാൻ ഹൈന്ദവ ബോധം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു ഹൈന്ദവ ബോധമാണ്, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂല്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റുകാരെക്കാട്ടിയും വലിയ കമ്മ്യൂണിസം പറയാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് ഈ വിധത്തിലായിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനമാണ്. ഞാൻ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർ അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു, കേരളത്തിൽ 20-19 സീറ്റിൽ ജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ചാണ്ടി ഉമ്മൻ ജയിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വിജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. വിജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയൂ. എങ്ങനെ വിജയിച്ചു എന്നറിയാതെ എങ്ങനെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 2019 കോൺഗ്രസ് വിജയിക്കാനുണ്ടായിരുന്ന കാരണം, ഈ രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയാകും, അതോടൊപ്പം ആളിക്കത്തിയ ശബരിമല വിഷയങ്ങളും ഇടതുപക്ഷത്തിനോടുണ്ടായിരുന്ന അത്തരം വികാരങ്ങളും
BJPയെ ഇഷ്ടപ്പെടുന്നവർ പോലും അല്ലെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് ചിന്തിച്ചവർ പോലും ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കോൺഗ്രസിന് വോട്ട് കൊടുത്തു. ഇനി ഇടതുപക്ഷ അനുഭാവികൾ പോലും എന്താണ് ചിന്തിച്ചത്? ജയിച്ചു പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് അവന്റെ പാർട്ടി, എന്റെ പാർട്ടി പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണം പിന്തുണയ്ക്കാൻ. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെ ജയിപ്പിച്ചു വിട്ടാൽ പോരെ? നിയമസഭയിൽ ഞാൻ എൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കാം, ലോക്സഭയിൽ ഞാൻ പക്ഷേ കോൺഗ്രസിനെ വോട്ട് കൊടുക്കൂ എന്ന് തീരുമാനിച്ച ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ അനുഭാവികൾ പോലും വോട്ട് ചെയ്തതിന്റെ ഫലമായും എല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 20-19 സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ചു വരാൻ കോൺഗ്രസിന് കേരളത്തിൽ കഴിഞ്ഞത്. ഇത്തവണ വളരെ പരിതാപകരമെന്ന് പറയട്ടെ, പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത് ഇപ്പം എനിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇപ്പോൾ എൻ്റെ മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ വിധത്തിലാണ് അവിടുത്തെ പാർട്ടിയെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞേക്കുന്നത്. പാർട്ടി പല പ്രദേശങ്ങളിലും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. അനുഭാവികളില്ല. ഇപ്പം എൻ്റെ നാട് കോട്ടാത്തല എന്ന് പറയുന്ന പ്രദേശത്ത് കൊടിക്കുന്നിൽ സുരേഷ് MP-ക്ക് 350-400 വോട്ട് വരെ ലഭിച്ചിരുന്നൊരു പ്രദേശത്ത് കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി, ഒരു ചെറുപ്പക്കാരൻ, 27-28 വയസ്സുള്ള ചെറുപ്പക്കാരന് ലഭിച്ചത് 78 വോട്ടാണ്. അത്രയും ഇടതുപക്ഷ കോട്ടയായ ഒരു പ്രദേശത്ത് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ച സമയത്ത് എനിക്ക് ബ്ലോക്കിൽ കിട്ടിയിരുന്നത് 1600 വോട്ടുകളായിരുന്നു, സ്വതന്ത്രനായി എനിക്ക് കിട്ടിയ വോട്ടുകൾ. അപ്പോൾ ഈ വോട്ടെന്ന് പറയുന്നത് ജനതയുടെ ആ നിമിഷമുണ്ടാവുന്ന വൈകാരിക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും മത്സരം ഭയങ്കരമായ രീതിയിൽ കടുക്കും. നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം നിർത്തിയേക്കുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലൊരു സ്ഥാനാർത്ഥി വടകരയിൽ വരുമ്പോൾ അവിടെ മത്സരം നല്ല രീതിയിൽ കടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ TN പ്രതാപൻ എന്ന് പറയുന്ന MP പരിപൂർണമായും ഒരു പരാജയമായിരുന്നു എന്ന് തൃശ്ശൂരുകാരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എന്നോടുള്ള വിരോധം കൊണ്ട് സുരേഷ് ഗോപി ഒരു BJP-കാരനായതുകൊണ്ട് ഇപ്പം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വർഗീയവാദിയും ഏറ്റവും വലിയ BJP-കാരനും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാവിനോ STPയുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റോ പറയാൻ പറ്റുമോ നരേന്ദ്രമോദി അധികാരത്തിൽ വരത്തില്ലെന്നും? അദ്ദേഹത്തോട് നിങ്ങൾ പോയി ചോദിച്ചു. അദ്ദേഹം പറയും നരേന്ദ്രമോദി ഇന്ത്യയിൽ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം RSS എന്നാ? ഞാൻ സുരേഷ് ഗോപി വരുമെന്ന് പറഞ്ഞത് കാര്യകാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇനി VS സുനിൽകുമാറിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു അപകടം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വോട്ട് മറിച്ചിൽ സംഭവിക്കും. അതായത് ഇന്നൊരാൾക്ക് ഇവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ട്, വോട്ട് മറിച്ചേക്കാം എന്നൊരു തോട്ട് വരും. പക്ഷേ സുനിൽകുമാറിനെ പോലെ കരുത്തനും മിടുക്കനുമായ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരിക്കലും വോട്ട് മറിക്കാൻ ഇടതുപക്ഷത്തിന് പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അഭിമാന പ്രശ്നമാണ്. കാരണം ഇവിടെ BJPക്കെതിരെ നേർക്കുനേരെ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ട് അവിടെ 3-ാം സ്ഥാനത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് TM പ്രതാപന്റെ വോട്ടെടുത്ത് സുനിൽകുമാറിന് കോൺഗ്രസ്സുകാർക്ക് മറിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവരുടെ വോട്ടുകളെ അവരിലേക്ക് ചേർത്ത് നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ നിഷ്പക്ഷ ജനതയുടെ വോട്ട് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ജയിച്ചാൽ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിച്ചാൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ, കാരണം സുരേഷ് ഗോപിയെ കൊണ്ട് എന്തായാലും ദോഷമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വെള്ളികൾക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം വളരെ നല്ല വ്യക്തിത്വം തന്നെയാണെന്ന് ജാതി മതഭേദമന്യേ അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഞാൻ സുരേഷ് ഗോപിയെ ആകെ കണ്ടിട്ടുള്ളത് 2, 3, 4 പ്രാവശ്യത്തിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഈ അവസാന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടതുപോലും മാരിയറ്റിൽ അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് കാഷ്വലി കണ്ടു, സംസാരിച്ചു പോയി. ഞാനും അദ്ദേഹം തമ്മിൽ അത്രയും അടുപ്പമുള്ള ഒരാളായിരുന്നുണ്ടെങ്കിൽ ഈ മലയാള സിനിമയിലും സീരിയലിലെയും മറ്റ് സമസ്ത മേഖലയിലുള്ള സകല കണ്ടകടച്ചാണികളും വന്നിട്ട് പോയ ഒരു കല്യാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല? എന്നെ കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ കാരണം ഞാനും അദ്ദേഹം തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമില്ല. പിന്നെ അദ്ദേഹം ജയിച്ചാൽ എനിക്കെന്താ? എനിക്കൊരു എണ്ടക്കയുമില്ല. അപ്പോൾ ഇത് പറയുന്നത് ആ യാഥാർത്ഥ്യ ബോധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. ഇതിനു മുൻപ് ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് ചില വിഷയങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാ വിഷയങ്ങൾ ഞാൻ മുകേഷ് MLA അനുകൂലിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്താ അന്ന് എന്നെ പിടിച്ചിട്ട് സംഖ്യയാക്കാഞ്ഞത്? എന്നെ അന്ന് കുറേ BJP-ക്കാർ വിളിച്ചിട്ടുണ്ട്. മുകേഷിനെ പാതിരാത്രിയിൽ ഒരു പയ്യൻ വിളിച്ചിട്ട്, പാലക്കാട് നിന്ന് ഒരു പയ്യൻ വിളിച്ചിട്ട് മറ്റേ ആവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, നിന്റെ നാട്ടിലെ MLA ചത്തോടാ എന്ന് ചോദിച്ചില്ലേ? അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. കാരണം ഒരു MLA വല്ല മണ്ഡലത്തിൽ നിന്ന് ഒരുത്തൻ തുടർച്ചയായിട്ട് 6 പ്രാവശ്യം വിളിക്കുന്നു. അദ്ദേഹം ഒരു ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്നു. ഗൂഗിൾ മീറ്റിൽ നിന്ന് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിട്ട് മോനെ ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ വീണ്ടും ഫോൺ എടുക്കുകയാണ്. ഇവിടെ പല MLA-മാർ സെക്രട്ടറിമാർ ഫോൺ എടുക്കുന്നു, MP-മാരെ സെക്രട്ടറിമാർ ഫോൺ എടുക്കുന്നു. മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ MLA-മാർക്ക് പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോഴും മുകേഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ മുകേഷിനെ സപ്പോർട്ട് ചെയ്താണ് എഴുതിയത്. മുത്തൂറ്റും CITUവും തമ്മിൽ ഒരു വലിയ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ CITUവിനെ അനുകൂലിച്ചുകൊണ്ടാണ് അന്ന് പോസ്റ്റ് എഴുതുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്
ഞാൻ BJP ഞാൻ നിർമ്മലാ സീതാരാമന്റെ സാമ്പത്തിക നയങ്ങൾ പരാജയപ്പെട്ടു എന്ന് കണ്ട ഘട്ടത്തിൽ ഈ രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് തകർച്ചയിലാവുന്നതിന്റെ കാരണങ്ങൾ നോട്ട് നിരോധനം മൂലം ഇന്ത്യയിലേക്ക് ഡിജിറ്റലൈസേഷൻ കൂടിയത് കൊണ്ടാണെന്നും ആമസോൺ പോലെയുള്ള മറ്റ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നത് കൊണ്ടാണെന്നും പറഞ്ഞ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ സമയത്ത് അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നിർമ്മലാ സീതാരാമനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ആ വീഡിയോ മറുനാടൻ ഉൾപ്പെടെയുള്ള പല ചാനലുകളിലും അന്ന് യുവാവിന്റെ വാക്കുകൾ എന്ന രീതിയിലാണ് അന്ന് വൈറലായത്. കാരണം ഈ രാജ്യത്ത് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന് വരികയും ഈ ലോകത്ത് കിടക്കുന്ന സകല കോർപ്പറേറ്റുകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യ ഡിജിറ്റലാക്കുക എന്ന ഉദ്ദേശം എന്തിനാണ് ഇന്ത്യ ഡിജിറ്റലാക്കുന്നത്? ഇന്ത്യ ഡിജിറ്റലായെങ്കിൽ മാത്രമേ ആമസോണിനൂടെ സ്പേസ് ഉള്ളൂ. ഇന്ത്യ ഡിജിറ്റലായെങ്കിലേ വാൾമാർട്ടിന് സ്പേസ് ഉള്ളൂ. ലോകത്തുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക്, വേൾഡ് കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ആവണം. അത് ഇവിടുത്തെ ആൾക്കാരെ ഡിജിറ്റലാക്കി ഇവിടുത്തെ ആരെയും കനപ്പിക്കാനൊന്നും അല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. അപ്പൊ ഈ ലോക കോർപ്പറേറ്റുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് അവന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകണം. അപ്പം നമ്മൾ ഇപ്പൊ കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ അയൽപ്പക്കക്കാരൻ, നമുക്കറിയാവുന്നവൻ, നമ്മളുടെ ഒരു പാർട്ടിക്കാരൻ ചെന്ന് പിരിവ് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്ന ഒരു സാധാരണക്കാരനാണ് നമ്മുടെ അയൽപ്പക്കത്ത് ഒരു എന്തെങ്കിലും ഒരു കട നടത്തുന്നത്. അവന്റെ കട അവിടെ കോവിഡ് കാരണം അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മളുടെ ചെയ്യുന്ന പണി എന്താ? നമ്മൾ ആമസോൺ വഴി സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവന്റെ അടുത്താണ് പാർട്ടിക്കാർ പോയിട്ട് 1000 രൂപ തൊട്ട് 5000 രൂപ പിരിവ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പല സാധനങ്ങളും കടയിൽ നിന്ന് നശിച്ചു പോകുന്നു. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തുള്ള സകല കോർപ്പറേറ്റുകൾ ഒന്നാന്തരം പോലെ അവന്റെ കച്ചവടം ചെയ്ത് കാശ് മേടിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ ഈസിലി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ BJPയുടെ നയങ്ങളാണ്. ഇതിനെ ഇരുന്ന് ആവശ്യമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞ് എതിർത്താൽ BJP തോക്കുമോ? BJP എങ്ങനെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ എത്രത്തോളം ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ അത്രത്തോളം BJP വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ബോധം ആർക്കാണ് വേണ്ടത്? ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനാണ് അത് വേണ്ടത്. മുസ്ലിം സമുദായത്തിനെതിരെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വർഗീയ ലഹള BJPയിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ BJP RSS എന്ന് പറയുന്ന ഈ രാജ്യത്ത് RSSന് ഒരുപാട് ക്ഷേത്ര സംഘടനകളുണ്ട്. അതോടൊപ്പം തന്നെ RSS ഇതര തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന പച്ച വർഗീയത മാത്രം പറയുന്ന നിരവധി ഹിന്ദു സംഘടനകളുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും വളരെ വ്യക്തമായ ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവരെ കൊണ്ട് RSS എന്ന് സംഘപരിവാർ എന്നും പറഞ്ഞ് സംസാരിക്കുന്ന രീതി എനിക്കറിയാം. പണ്ട് സ്മൃതി പരുത്തിക്കാട് പോലും പറഞ്ഞത് ശിവസേന സംഘപരിവാറിൽ പെട്ടതാണെന്ന്. അപ്പോൾ അത്രയും വിവരമില്ലാത്ത മാധ്യമപ്രവർത്തകർ കൂടിയുള്ള ഒരു നാട് കൂടിയാണ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ 130-140 കോടി ജനതയുള്ള ഈ രാജ്യത്ത് പലവിധ കൃമികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നാളെ ഒരു വർഗീയ കലാപം ഉണ്ടായി BJPയിൽ നിന്ന് കുറെ ആൾക്കാർ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ എന്ത് വിവരക്കേട്, ഇപ്പൊ ജ്ഞാനവാപി പള്ളി പൊളിക്കും, അവർക്ക് വേറെ പണിയൊന്നുമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എടാ ഇവിടെ ഞാനിത് ശബരിമല വിഷയം ആളിക്കെത്തിയ സമയത്ത് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ റോട്ടിൽ കിടന്ന് ശരണം വിളിക്കുന്നത് പോലെ അയ്യപ്പനെ അപമാനിക്കുന്നത് വേറെ വല്ലതും ഉണ്ടോ? ശരണമന്ത്രങ്ങൾ ഉരുവിടേണ്ട ഒരു പ്രദേശം, അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മീയതയുടെ ഒരു വിളിയുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്ന് വിളിക്കുക, ഇത് വില്ലേജ് ഓഫീസിൽ പോയി കിടന്ന് വിളിക്കുക, ഇത് നടുറോട്ടിൽ കിടന്ന് വിളിക്കുക. അപ്പൊ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇത് ആത്മാർത്ഥത ഇല്ല. അപ്പൊ ഇത് തിരിച്ചറിയണം. ഇത് ആര് തിരിച്ചറിയണം? RSSന്റെ നിലപാട് ശബരിമലയിൽ സ്ത്രീകൾ കാരണമെന്നുള്ളതായിരുന്നു. അതിനെതിരെ ഇവിടെ ആദ്യം സംസാരിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയമായിട്ട് ഒരു അറ്റാക്ക് നടക്കുന്നത് ആ വിഷയത്തിൽ. പന്തളത്ത് സ്വാഭാവികമായും ഹൈന്ദവ ജനതയാണ് കൂടിയത്, RSSന്റെ നേതൃത്വത്തിലായിരുന്നില്ല. അപ്പൊ ജനത റോട്ടിലിറങ്ങി എന്ന് കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് മുതലാക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പൊ ഒരു കാര്യം, അഖിൽമാരാര് പോയിട്ട് BJPക്കാരെ നീയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? എടാ ഇത് നമ്മൾ പറയുന്നതിന് അടിസ്ഥാനത്തിൽ അവർക്ക് ആള് കൂടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാതെ പോയതാണ് രാഹുൽ ഗാന്ധിക്കും ഈ KC വേണുഗോപാൽ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഒരു വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഞാനിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഞാനൊരു ജനിച്ചത് ഒരു ഹൈന്ദവനായിട്ടാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു 10 ഹൈന്ദവന്മാർ ഇവിടെ നിന്നിട്ട് തീരുമാനിക്കുകയാണ് നമുക്ക് പോയിട്ട് മറ്റേ അവന്മാരുടെ മുസ്ലിം പള്ളി അങ്ങ് ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ, അളിയാ ചെയ്യരുത്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് മോശമാണ് എന്ന് പറയാനെങ്കിലും ഒരുത്തൻ അപ്പുറത്ത് വേണ്ടേ? നിങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്ന സകല ഹിന്ദുക്കളെയും പിടിച്ച് വർഗീയവാദികളാക്കി കഴിഞ്ഞാൽ ഇത് തടയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ? അപ്പൊ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങളിൽ കുറെ പേർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ നശിക്കുന്നത് നിങ്ങളും കൂടിയാണ്. താൽക്കാലിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കുറെ പേർക്കുണ്ടാവും. അപ്പൊ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് BJP ശക്തിപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയം പറഞ്ഞാണോ? അല്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം BJPക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരാൾ വളർന്ന ഒരു കാരണത്തെ അതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വളരുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇത് തിരിച്ചറിയണം. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എനിക്ക് ഈ രാജ്യത്ത് BJP ഭരിച്ചാലും ഈ രാജ്യം നന്നായി കണ്ടാൽ മതി.
ഈ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാക്കിയാലും എനിക്ക് സന്തോഷം, ഈ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാക്കിയാലും എനിക്ക് സന്തോഷം. കാര്യം ഇവിടുത്തെ കൾച്ചറൊന്നും ഇല്ലാതായി പോകുന്നില്ല. ഇപ്പോൾ ദുൽഖർ സൽമാനോട് നിങ്ങൾ ഒരാൾ പോയി ചോദിക്കുക, അതെ നിങ്ങളുടെ വാപ്പാടെ പേര് മുഹമ്മദ് കുട്ടി എന്നുള്ളതാണോ നിങ്ങൾക്ക് ഇഷ്ടം, മമ്മൂട്ടി, അത് മമ്മൂട്ടി എന്ന് മാറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മുഹമ്മദ് കുട്ടി ആയാലും മമ്മൂട്ടി ആയാലും ഇന്ന് കേരളം കാണുന്ന മമ്മൂട്ടി ആണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ പേര് മുഹമ്മദ് കുട്ടി ആയാലും ജനം ഇഷ്ടപ്പെടും, മമ്മൂട്ടി ആയാലും ജനം ഇഷ്ടപ്പെടും. അപ്പോൾ ആ പേരിലോ ഇത് അതാ പറയാം, ആവശ്യത്തിനും അനാവശ്യവുമായിട്ടും നടത്തുന്ന ആക്രമണങ്ങൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടുതൽ കരുത്താക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ BJP ഈ രാജ്യത്ത് ചെയ്യുന്ന വികസനത്തിനോട് എനിക്ക് എതിർപ്പില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളിൽ ഇന്ന് ഈ രാജ്യം ഭരിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിയും അതിഭീകരമായി മുന്നോട്ടും തന്നെയാണ് ഈ രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ട് എനിക്കൊരു സംശയം വേണ്ട. പക്ഷേ ഈ രാജ്യത്തെ ജനതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗീയത, മനുഷ്യനെ കാണുമ്പോൾ ഇവൻ എൻ്റെ ശത്രുവാണോ എന്ന തോന്നൽ, പേരുകൾ കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ വരുന്ന മാനസികാവസ്ഥ, ഇത് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ എന്നെ സംഖ്യയോ ചങ്കിയോ കുങ്കിയോ എന്തൊരു വെണ്ടക്കയാക്കിയോ എനിക്ക് ഒരു കുന്തോ ഇല്ലെന്ന് ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു. ആക്കുവോ ആക്കാതിരിക്കുവോ, ശരിയും തെറ്റും തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP അപ്രമാദിത്വത്തോടുകൂടി തന്നെ അധികാരത്തിൽ വരും. കേരളത്തിൽ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാവും. ഈ രണ്ടും ഞാൻ പറയുന്നത് എനിക്ക് രണ്ടുപേരോടുമുള്ള സ്നേഹം കൊണ്ടല്ല, അതാണ് യാഥാർത്ഥ്യം. അത് മാറണമെങ്കിൽ പ്രദേശത്ത് എത്ര വോട്ടുകളുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ബോധ്യമെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ടാവണം. ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിനോട് ഒരു വാർഡിൽ ഞങ്ങൾക്ക് ഇത്ര വോട്ട് ഉറപ്പിക്കാം എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വാർഡുകളുണ്ടോ? ഇത്രയും കാലവും എതിരാളിയുടെ ദൗർബല്യം മുതലാക്കിക്കൊണ്ട് ജയിച്ചു വരികയായിരുന്നു. സംഘടനാ പ്രവർത്തനം കൊണ്ട് ജയിച്ചു വന്നതല്ല. എതിരാളിയുടെ ദൗർബല്യം ഞങ്ങൾ കോട്ടായി മാറുമെന്ന ഒരൊറ്റ ചിന്ത, ആ ചിന്തയിൽ നിന്ന് കടന്ന് ഞങ്ങളുടെ മിടുക്ക് ഇടതുപക്ഷത്തോട് ചോദിച്ചാൽ ഇടതുപക്ഷം പറയും. ഇടതുപക്ഷത്തിനോട് നിങ്ങൾ ഇന്ന് പോയി നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോട് നിങ്ങൾ പോയി സംസാരിച്ച് നോക്കിയാൽ അവൻ പറയും, എൻ്റെ നാട്ടിൽ എൻ്റെ വാർഡിൽ എത്ര വോട്ട് എനിക്ക് ഉറപ്പിക്കാം, അതിന് മുകളിൽ ഞാൻ എത്ര പിടിക്കും. അവൻ അതിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത്. 250 വോട്ട് ചിലപ്പോൾ ഉറപ്പിച്ചിട്ട് അടുത്ത 50 എങ്ങനെ കിട്ടാം, അതിനുള്ള പണിയൊക്കെ അറിയാം. അവൻ തലേ ദിവസം രാത്രി കയറി സംസാരിച്ചാൽ അവൻ വോട്ട് മറിക്കാൻ അറിയാം. അങ്ങനെ എത്ര ജനങ്ങളുമായിട്ട് നിങ്ങൾക്ക് സ്വാധീനമുണ്ട്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ടിട്ട്, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം കൂടെ വെച്ചിട്ട് പിണറായി വിജയനെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പിണറായി വിജയനും ഇടതുപക്ഷവും മുൻപത്തേക്കാളും കൂടുതൽ കരുത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരു 70-ലധികം നിയോജക മണ്ഡലത്തിൽ ഇന്നും ജയിച്ചു വരാൻ ശേഷിയുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷം. അത് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കാട്ടിയും മിടുക്കനെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ഞങ്ങൾ ജയിച്ചു വന്നാലുള്ള ഗുണത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള സമയമെങ്കിലും ജനങ്ങൾ സാധാരണ ജനത്തെ മനസ്സിലാക്കി ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വോട്ടുകളിൽ എണ്ണത്തിൽ വർധനവുണ്ടാവത്തുള്ളൂ. അത് മനസ്സിലാക്കുക. പിന്നെ എന്നെ സ്നേഹിച്ചവരോടും എന്നെ ഇഷ്ടപ്പെട്ടവരോടും എന്നെ ഇന്നലകളിൽ പിന്തുണച്ചവരോടും ഏറെക്കുറെ ഈ കഴിഞ്ഞ ഒരു വർഷമെന്ന് പറയുന്നത് മാർച്ച് 24-ാം തീയതിയായിരുന്നു ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറുന്നത്. ഇന്നലകളിൽ എന്നെ എതിർത്തവരും തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ഒക്കെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞ ഒരു 190 ദിവസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ എൻ്റെ കഴിവുകേടും ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കി. ബിഗ് ബോസ് ഹൗസിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു മുസൽമാനായിരുന്നു. അത് മുസൽമാൻ ആയതുകൊണ്ടല്ല, അതൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ശത്രു ഇതേപോലൊരു മുസൽമാനാണെങ്കിൽ അത് മുസൽമാൻ ആയതുകൊണ്ടല്ല, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും എൻ്റെ ശത്രു ആയത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജാതിയും മതവും ഇതൊന്നുമല്ല രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കുന്നത്. രണ്ടുപേരുടെയും കയ്യിലിരിപ്പാണ്. അത് ദയവ് ചെയ്ത് ജാതിയും മതവുമാക്കി മാറ്റരുത്. നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ പരിപാടികളിലാണ്. എന്നെ ആരും കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞില്ല. പകരം വത്സൻ തില്ലങ്കേരിയുടെ ഒരൊറ്റ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ സംഘിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ വത്സൻ തില്ലങ്കേരി പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ഒരു കോളേജിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി. പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ നടന്ന ഒരു പരിപാടിയിൽ
ഒരു മുഖ്യാതിഥിയായി ഞാൻ പങ്കെടുത്ത ഞാൻ സംഖ്യയാണെങ്കിൽ വത്സൻ തില്ലങ്കേരിയുമായി രഹസ്യ സംഭാഷണം നടത്തിയ ഗോവിന്ദൻ മാസ്റ്റർ ചാണക സംഖ്യയാണെന്ന് നിങ്ങൾ വിളിക്കാമോ? RSSന് വേണ്ടി മധ്യസ്ഥ വഹിക്കാമെന്ന നമ്മുടെ ശ്രീ എം എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ 4 ഏക്കർ പതിച്ചു കൊടുത്തത് പിണറായി വിജയനെ സംഖ്യയാണെന്ന് പ്രധാനമന്ത്രിയുടെ കൂടെ മുഖ്യമന്ത്രി പോകുന്നു നിങ്ങളും ഞാൻ അത്രയും ഇവരൊക്കെ പറയാമെന്നുള്ള എനിക്ക് ബോധം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇത് വിളിച്ചതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്ന് RSSൽ പ്രവർത്തിക്കാൻ ഞാൻ ഇനിയൊരു തീരുമാനമെടുത്താൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ അഭിമാനത്തോടുകൂടി കേൾക്കും. ഇപ്പോൾ വിളിച്ചാലും എനിക്കൊരു അഭിമാനക്കുറവില്ല. എന്നെ സംഖ്യ എന്ന് വിളിച്ചാൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം? സംഘമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലാതെ RSSന് ഭാരവാഹിത്വമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന വിവരക്കേട് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ എനിക്ക് ഇപ്പം ചിലർ പറയുന്നത് ശ്രീജിത്ത് പണിക്കർക്കൊക്കെ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അയാൾ എടുത്തേക്കുന്നതാണ്. ഇവിടെ ഞാൻ പണ്ട് മുതലേ പറഞ്ഞ കാര്യം, എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തികളെ ഞാൻ ഭയങ്കരമായിട്ട് എതിർക്കുന്നത് അത് ഇടതുപക്ഷമായതുകൊണ്ടും എൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കിടക്കുന്നത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഇപ്പം കോൺഗ്രസിനെ നമ്മളൊരു അഴിമതി കാണിച്ചാൽ ഒരു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതങ്ങനെ പറയും. ഇപ്പം BJP വർഗീയത കാണിച്ചാൽ എന്താ? BJP വർഗീയത കാണിച്ചാൽ ഞാനെന്തിനെ എതിർക്കണം? BJP അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ആശയം തന്നെ അതാണ്. ഹൈന്ദവ ദേശീയ ബോധം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പിന്നെ ഹൈന്ദവന് വേണ്ടിയിട്ട് തന്നെയല്ലേ സംസാരിക്കേണ്ടത്? ഹൈന്ദവൻ്റെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ സംസാരിക്കേണ്ടത്? ഇവിടുത്തെ രാജ്യത്തെ മതവും പശുവും അമ്മയായിട്ട് കാണുന്ന ആൾക്കാർക്ക് അവരങ്ങനെ തന്നെ, അപ്പോൾ അവരങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവരെ പോയി തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? അവരത് തന്നെയല്ലേ പറയുന്നത്. പക്ഷേ ഞങ്ങൾ അഴിമതി കാണിക്കത്തില്ല, ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്കൊരു മാങ്ങാത്തൊരിയില്ല, ഞങ്ങളെല്ലാം മനുഷ്യരാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബയോലോ പ്രകാരം ഒരാൾക്ക് പോലും ജാതി മത സംഘടനകളെ പ്രവർത്തിക്കാൻ പാടില്ല, ഭാരവാഹിത്വം ഉണ്ടാവാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ ഭാരവാഹിയാവാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളത്തിൽ കിടക്കുന്ന ഒട്ടുമിക്ക ജാതിമത സംഘടനകളുടെയും ഒക്കെ ഭാരവാഹികൾ ഇവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികൾ ഇവരാണ്. അപ്പോൾ എന്ത് കമ്മ്യൂണിസം? അപ്പോൾ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി, മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നാണ് കാർൽ മാർക്സ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പായ മതത്തെ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം? അപ്പം മതേതരമല്ലല്ലോ നിങ്ങൾ പറയേണ്ടത്, മതരഹിതമല്ലേ പറയേണ്ടത്, മതങ്ങൾ ഇല്ലാതാകണമെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഇതൊന്നും പറയാത്തത് കൊണ്ട് നിങ്ങളുടെ നിലപാടുകളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കണ്ടിട്ടാണ് കൂടുതലും വിമർശനത്തിന് നിങ്ങൾ കാരണമാകുന്നത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇത്തരം ലൈവുകളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹിച്ചവർക്കും എതിർക്കുന്നവർക്കും ഒരേപോലെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റേതായ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള പുറപ്പാടിലാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും നാളും ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ചർച്ചകളിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഇടക്കാലത്ത് എൻ്റെ മനസ്സുകൊണ്ട് തന്നെ തോന്നി, എന്തിനാണ് സിനിമ? ആർക്ക് വേണ്ടിയാണ് സിനിമ? എനിക്ക് പണം ഉണ്ടാക്കാനും എനിക്ക് പ്രശസ്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എനിക്ക് എവിടം കൊണ്ടോ അത് വേണ്ട എന്നൊരു തോന്നൽ വന്നു. ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുമ്പോൾ, ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുമ്പോൾ, അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ച് ഈ പറഞ്ഞ എന്തെങ്കിലും കൊച്ചു കാര്യം ഒക്കെ ചെയ്തങ്ങ് പോകാമെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ചാരിറ്റി ആവാം, മറ്റുള്ളവരെ സഹായിക്കുന്നതാവാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു 10ഓളം സിനിമകളിൽ എന്നെ അഭിനയിക്കാൻ, ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാം നോ പറയുകയാണ് ചെയ്തത്. 1-2 പ്രോജക്റ്റുകളിലേക്ക് ലീഡ് വേഷത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞത് ആലോചിക്കാം, ചിന്തിക്കാം, ഇരിക്കാം. എൻ്റെ തന്നെ ഡിറക്ഷൻ പരിപാടികൾ ജോജിച്ചേട്ടൻ എന്നോട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ അനൗൺസ് ചെയ്തിട്ട് പോലും ഇന്ന് വരെ നാളിതുവരെയും സിനിമ എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പല പ്രോഗ്രാമുകളിലും എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, ഇത് സത്യമാണ്. പക്ഷേ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി ആരെ ബോധിപ്പിക്കാൻ ഇവിടെ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു, അവർക്ക് കൃത്യമായി ഇടപെട്ടുള്ള. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർക്കാസ് രൂപേണ ഒരു പോസ്റ്റ് ഇട്ടു. ആ ബഡ്ജറ്റ് അവതരണ വേളയിൽ മുഖ്യമന്ത്രി സൂര്യനും നമ്മുടെ ബഡ്ജറ്റ് ഒരു സൂര്യോദയത്തിൻ്റെ ബഡ്ജറ്റാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് ധനമന്ത്രി പറയുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അഖിൽമാരാർ എന്തിനാടാ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നത്? ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുഴുവൻ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടല്ലേ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയധികം ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറെ പണിയില്ലേ ഇവരെ വിമർശിച്ചിട്ട് എവിടെ നന്നാക്കാൻ? പലവിധ ചിന്തകളിൽ നിന്നുകൊണ്ടും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടാവട്ടെ എന്നൊക്കെ കരുതി തന്നെയാണ് ഇത്രയും കാലവും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചത്. ഇപ്പോൾ എവിടം കൊണ്ടോ എനിക്ക് തോന്നുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ
വെറുക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് പലരും. പക്ഷേ അതൊന്നും ഇവിടുത്തെ പ്രശ്നമേ അല്ല. ഒരുപാട് BJPയിൽ പ്രവർത്തിക്കുന്നു, RSSൽ പ്രവർത്തിക്കുന്നു, സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് വിളിക്കുന്നു. എല്ലാവരോടും തുല്യ സ്നേഹം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് ആര് ഭരിച്ചാലും ഈ രാജ്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെയും കൂടി ഒരു പ്രതികരണം ആവശ്യമാണെന്ന ഘട്ടത്തിലേക്ക് ഞാൻ പ്രതികരണത്തിലേക്ക് വരാം. മാർച്ച് മാസം മുതൽ ഞാൻ എൻ്റെ എഴുത്തുകളും എൻ്റെ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കുഴപ്പം, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കൃത്യമായി പഠിച്ചിട്ട് പറയണം എന്നുള്ളതുകൊണ്ട് ഇതൊന്നും പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല. ഞാൻ വെറുതെ വന്നിരുന്നിട്ട് BJPയെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ വിമർശിക്കാനോ അനുകൂലിക്കാനോ എനിക്ക് പറ്റില്ല. കാരണം കടിച്ച് മനസ്സിലാക്കി ആരെന്നോട് എത്ര ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം മാത്രമേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയൂ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ബിഗ് ബോസിൽ പറഞ്ഞത് കണക്ക് എന്നെ സംസാരിച്ച് ഇവർ തോൽപ്പിക്കില്ല. ഞാൻ പറയുന്ന വിഷയങ്ങളിൽ തോൽപ്പിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം കൃത്യമായി പഠിച്ച് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ പഠിച്ചു പറയാൻ ഒരുപക്ഷെ എനിക്കിനി അങ്ങോട്ട് സമയം ചിലപ്പം കിട്ടാതെ വന്നേക്കാം. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലാകാരനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നോക്കട്ടെ, കലയിലൂടെ ഒരു രാഷ്ട്രീയ വിമർശനമൊക്കെ നടത്തട്ടെ. അപ്പം പുതിയ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഏറെക്കുറെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വിമർശനങ്ങളും ഒക്കെ ചുരുക്കി നിർത്താം. പിന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ കിടന്ന് തകട്ടി വരും. പരമാവധി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് സ്നേഹം, നന്ദി, താങ്ക് യു.